വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ്, സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം, അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ. സഹാറ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. പൂക്കൂട്ടുംപാടത്ത് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നഴ്സറി അയാൻ നഴ്സറി, പൂക്കൂട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തെ ചൊല്ലി കോൺഗ്രസ് CPM തർക്കം മുറുകുന്നു. വികസനത്തിന് സ്ഥലമേറ്റെടുക്കുവാൻ കോൺഗ്രസ് തടസ്സം നിന്നുവെന്ന് CPM. ആശുപത്രിയുടെ വികസനത്തിന് തുടക്കം കുറിച്ചത് ആര്യാടൻ മുഹമ്മദിന്റെ ഭരണകാലത്തെന്ന് കോൺഗ്രസ്. TN ഭരതേട്ടൻ അനുസ്മരണം നിലമ്പൂരിൽ നടത്തി BJP. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയന്റെ ഭരണത്തിലൂടെ കേരളത്തിൽ നടക്കുന്നത് CPMന്റെ ഉദകക്രിയയെന്ന് ശോഭ സുരേന്ദ്രൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ മഞ്ചേരിയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ VA ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ സമ്മേളനം നിലമ്പൂരിൽ നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷെറോണ റോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ നോക്കാം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തെ ചൊല്ലി കോൺഗ്രസ് CPM തർക്കം മുറുകുകയാണ്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നടന്ന ഒരു ചർച്ചയിൽ നഗരസഭാ ചെയർമാൻ ഉന്നയിച്ച ഒരു വിഷയവും അതിനെ തുടർന്ന് ആശുപത്രി HMCയിലുണ്ടായിരുന്ന കോൺഗ്രസ് അംഗങ്ങൾ ഇതിനെതിരെ വന്നതുമാണ് ഇപ്പോൾ തുടർ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കോൺഗ്രസും CPMഉം വ്യത്യസ്ത ആരോപണ പ്രത്യാരോപണങ്ങളുമായാണ് വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം തകർക്കുവാനുള്ള കോൺഗ്രസിന്റെയും MLAയുടെയും നീക്കം അവസാനിപ്പിക്കണമെന്ന് CPM പറഞ്ഞു. ആശുപത്രി വികസനത്തിന് LDF സർക്കാരാണ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതെന്നും ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറ്റവും സാധാരണക്കാരുടെ ആതുരാലയം എന്ന നിലയിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി പ്രവർത്തിച്ചു വരുന്നത്. ആയിരക്കണക്കിന് രോഗികളാണ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി ഈ ആശുപത്രിയിൽ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ അധികാരത്തിൽ വരുന്ന സമയത്താണ് ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ ഫണ്ട് നീക്കിവെക്കുകയും ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തിയും ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതിയ MLA കോൺഗ്രസും ഈ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുപ്പ് വരെ തടസ്സപ്പെടുത്തുവാനാണ് കോൺഗ്രസും MLAയും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാടാണ് ഏത് കാലത്തും നിലമ്പൂരിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാത്രം വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആശുപത്രിയിൽ ഇന്ന് കാണുന്ന സമഗ്രമായ വികസനം കൊണ്ടുവന്നത് 2016 കേരളത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാരാണ്. ഓപ്പറേഷൻ തിയേറ്റർ പുതുതായി ആരംഭിച്ചു. ബ്ലഡ് ബാങ്ക് പുതുതായി ആരംഭിക്കുവാൻ കഴിഞ്ഞു. കുട്ടികളുടെ സ്പെഷ്യൽ കെയർ വാർഡ്, ഡെന്റൽ ക്ലിനിക്ക്, വയോജനങ്ങൾക്കുള്ള ജെറിയാട്രിക് വാർഡ്,
ആശുപത്രി ജീവനക്കാരുടെ എണ്ണം എന്നിവ വർദ്ധിപ്പിച്ചു. 2016 മുന്നേ 15 ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 45 ഡോക്ടർമാരുടെ സേവനമുണ്ട്. പാരാമെഡിക്കൽ സ്റ്റാഫുകളടക്കം 360 ജീവനക്കാർ ഇന്ന് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ആശുപത്രിയുടെ പ്രധാന പ്രശ്നം ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഇരിക്കുവാനുള്ള സൗകര്യം ഇല്ല എന്നതാണ്. ഇതിൻ്റെ പ്രധാന കാരണം സ്ഥലലഭ്യത കുറവാണ്. ഇതിനുവേണ്ടിയാണ് LDF സർക്കാർ ജില്ലാ പഞ്ചായത്തിൻ്റെയും അന്നത്തെ HMCയുടെയും നേതൃത്വത്തിൽ ആശുപത്രിയുടെ സമീപത്തുള്ള ഗവൺമെൻറ് UP സ്കൂളിൻ്റെ സ്ഥലം വികസനത്തിന് ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചത്. ആ തീരുമാനം നഗരസഭ അംഗീകരിക്കുകയും PTA-യുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ പ്രദേശത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രക്ഷോഭത്തിനടക്കം കോൺഗ്രസ് തയ്യാറായി. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഇതിനെയെല്ലാം മറികടന്ന് ഗവൺമെൻറ്റും നഗരസഭയും മുന്നോട്ട് പോവുകയായിരുന്നു. പുതിയ MLA വന്നപ്പോൾ വീണ്ടും പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് സ്കൂൾ ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് 10 കോടി രൂപയും കാത്ത് ലാബ് തുടങ്ങുവാൻ 5 കോടിയും അനുവദിച്ചിട്ടുണ്ട്. സ്ഥലപരിമിതി കാരണം ഇത് തുടങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ വികസന പ്രവർത്തികൾ പൂർത്തിയായാൽ സർക്കാരിനും നഗരസഭയ്ക്കും ജനങ്ങൾക്കിടയിൽ വ്യക്തമായ അംഗീകാരം ലഭിക്കുമെന്ന് കണ്ട് ആസൂത്രിതമായി വികസന പ്രവർത്തികളെ തകർക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. MLA-യുടെ നേതൃത്വത്തിലുള്ള സ്വകാര്യ ജില്ലാ ആശുപത്രിയുടെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള സമഗ്ര വികസന പ്രവർത്തനങ്ങളെ ആസൂത്രിതമായി തടയുന്നതിനും തകർക്കുന്നതിനും വേണ്ടിയാണ് നിലമ്പൂരിലെ കോൺഗ്രസും MLA-യും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിലമ്പൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്വകാര്യ ആശുപത്രി ഉടമകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഏത് കാലത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ഇതാണ്. ജില്ലാ ആശുപത്രി കോൺഗ്രസിന്റെ ഭരണകാലത്ത് ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാത്രം വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആശുപത്രിയായിരുന്നു. ആ ആശുപത്രിയിൽ ഇന്ന് കാണുന്ന സമഗ്രമായ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തത് 2016 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിനുശേഷമാണ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ പുതുതായി ആരംഭിക്കുന്നത്, ബ്ലഡ് ബാങ്ക് പുതുതായി ആരംഭിക്കുന്നത്, കുട്ടികളുടെ സ്പെഷ്യാലിറ്റി കെയർ വാർഡ് പുതുതായി ആരംഭിക്കുന്നത്, ആശുപത്രിയിലെ ജീവനക്കാരുടെ എണ്ണം കൂടുതലായി ലഭ്യമാകുന്നത്. CPIM നിലമ്പൂർ ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി V ശ്രീധരൻ, ലോക്കൽ സെന്റർ അംഗം ഷാജി ചക്കാലക്കുത്ത് എന്നിവർ പങ്കെടുത്തു. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനെ കോൺഗ്രസ് ഒരു കാലത്തും എതിർത്തിട്ടില്ലെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും ചെയർമാൻ മൂക്കാതെ പഴുത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അജ്ഞതയുള്ളതെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുണ്ടായത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. 3967 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭാ ചെയർമാൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 4.5 കൊല്ലക്കാലമായി ഈ നഗരസഭയിൽ നടന്നിട്ടുള്ള വ്യാപകമായിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നഗരസഭാ പരിധി ഇപ്പോൾ ചൂരക്കുളം നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 60 ലക്ഷം രൂപയുടെ പദ്ധതി കൊണ്ടുവന്ന് വെറും 5-10 ലക്ഷം രൂപയിൽ ഒതുക്കി കരാറുകാരുമായി അധിഷ്ഠിത കുട്ടികളുണ്ടാക്കി ലക്ഷങ്ങളുടെ കൊള്ളയാണ് ആ പദ്ധതിയിൽ നടന്നത്. അതിപ്പോഴും അന്വേഷണത്തിൻ്റെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നഗരസഭയിലെ വിവിധ റോഡുകളുടെയും മരാമത്ത് പ്രവൃത്തികളുടെയും ഇടയിൽ കരാറുകാരുമായി ഉണ്ടാക്കിയിട്ടുള്ള ഇടപാടുകൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നഗരസഭയിൽ പുതിയ ഈ റോഡുകളുടെ പ്രവൃത്തി നടന്നു. താറിയും ഉൾപ്പെടെ 2 ആഴ്ച കാലം പോലും നിന്നിട്ടില്ല. റോഡുകൾ മുഴുവൻ കുണ്ടും കുഴിയുമായി. പൊതുകിണറുകൾ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി തുടങ്ങിയത് കിണറുകൾക്ക് കേടുപാടുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിലമ്പൂർ ഈ മിനി ബൈപ്പാസ് ഉൾപ്പെടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ഉൾപ്പെടെ
നിലമ്പൂരിലെ CNG റോഡിൻ്റെ പല ഭാഗങ്ങൾ ഉൾപ്പെടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന രീതിയിൽ കുണ്ടും കുഴിയുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നഗരസഭക്കെതിരെ പൊതുജനം രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ ഈ ജാള്യത മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ആരോപണങ്ങളാണ് കോൺഗ്രസിനും UDF-നുമെതിരെ നഗരസഭാ ചെയർമാൻ ഉന്നയിച്ചിട്ടുള്ളത്. നഗരസഭയിലെ പ്രക്ഷോഭം എങ്ങനെയാണ്? എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ UDF ആ കാര്യത്തിൽ ഞങ്ങൾ UDF-ന്റെ തീരുമാനമായതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പറയുന്നില്ല. UDF ഞങ്ങളത് തത്വത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് UDF കൂടി നഗരസഭയിലേക്കുള്ള കൃത്യമായ പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെയായി ജില്ലാ ആശുപത്രിയുടെ വികസന കാര്യങ്ങൾ വീണ്ടും സമൂഹ മധ്യത്തിൽ ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ചർച്ചയായിക്കൊണ്ട് ഈ വിഷയം വരികയാണ്. എന്തായാലും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ഒരു വിഷയം കൂടുതൽ ചർച്ചയായി മാറുമെന്ന കാര്യവും തീർച്ചയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് വേണ്ടി UP സ്കൂളിന് സമീപമുള്ള UP സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ TN ഭരതേട്ടൻ അനുസ്മരണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാണാൻ സാധിക്കാത്ത കാലത്ത് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, അമരമാകണം എൻ്റെ രാഷ്ട്രം, ഈ രാജ്യം അമരമാകണം, എവിടെയും ജനജീവിതം ഏറ്റവും ഔന്നത്യത്തിലെത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് ജാതി പറയാതെ, മതം പറയാതെ, വർഗം പറയാതെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെ ദത്തോപ്പൻ തേങ്കിടിജിയെ പോലെയുള്ള ആളുകൾ, ഹരിയേട്ടനെ പോലെയുള്ള ആളുകൾ, നമ്മുടെ പൂർവികരായിട്ടുള്ള വലിയ വലിയ ആളുകൾ പ്രചാരകന്മാരായി നേതൃരംഗത്ത് വന്നു. അവർ ഈ സമൂഹത്തെ മുന്നോട്ട് നയിച്ചു. അതിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ആരാധ്യനായിട്ടുള്ള ഭരതേട്ടൻ. നിലമ്പൂർ PV's ആർക്കേഡിൽ നടന്ന പരിപാടിയിൽ BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉത്തര കേരളം പ്രാന്തീയ ബൗദ്ധിക് ശിക്ഷൺ പ്രമുഖ് M ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ സമിതി അംഗം C വാസുദേവൻ മാസ്റ്റർ, OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് M പ്രേമൻ മാസ്റ്റർ, മേഖലാ പ്രസിഡന്റ് K നാരായണൻ മാസ്റ്റർ, ഈസ്റ്റ് ജില്ലാ പ്രഭാരി സജി ശങ്കർ, മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ, മേഖലാ ട്രഷറർ അഡ്വക്കേറ്റ് KP ബാബുരാജ്, ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിനോജ് പണിക്കർ, സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ, മുനിസിപ്പൽ കൗൺസിലർ വിജയനാരായണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു M സാമുവൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ് നന്ദിയും പറഞ്ഞു. മലപ്പുറം ജില്ല BJPക്ക് ബാലികേറാമലയല്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ. APJ അബ്ദുൽ കലാമിനെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കിയ പ്രസ്ഥാനമാണ് BJP എന്നും ഇസ്ലാം വിരുദ്ധരെന്ന മുദ്രകുത്തലിന് അർത്ഥമില്ലെന്നും എന്നാൽ മതത്തിന്റെ പേരിൽ തീവ്രവാദം നടപ്പിലാക്കുന്നവരോട് സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി സമ്മേളനങ്ങൾക്ക് ഹെലികോപ്റ്ററിൽ കറങ്ങുന്ന മുഖ്യമന്ത്രി പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ പോലും എത്തിയില്ലെന്നും ശോഭ സുരേന്ദ്രൻ നിലമ്പൂരിൽ പറഞ്ഞു. രാമചന്ദ്രേട്ടൻ മരിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കാണാൻ പോകാൻ സമയമുണ്ടായില്ല. തിരുവനന്തപുരത്തു നിന്ന് പാർട്ടി സമ്മേളനം നടക്കുന്ന ഇടങ്ങളിലേക്ക് സ്വന്തമായിട്ടുള്ള ഹെലികോപ്റ്ററിൽ പറന്നു വരുന്ന പിണറായി വിജയന് മരണപ്പെട്ട ഈ തീവ്രവാദി കൊല ചെയ്തിട്ടുള്ള രാമചന്ദ്രേട്ടന്റെ ബോഡിയിൽ ഒന്ന് സ്പർശിക്കാനോ ഒരു റീത്ത് വെക്കാനോ സമയമുണ്ടായില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുസൽമാനായിട്ടുള്ള, ഖുറാനിൽ വിശ്വസിക്കുന്ന, നമാസ് നടത്തുന്ന, നമുക്കറിയാം കാശ്മീരിലെ ഒമർ അബ്ദുള്ള അവിടെ മരിച്ചു വീണ ചെറുപ്പക്കാരന്റെ മയ്യത്ത് നമസ്കാരം മുഴുവൻ കഴിയുന്നത് വരെ അവിടെ കാവൽ നിന്നു. മലപ്പുറം ജില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറാമലയാണ് എന്നുള്ള തോന്നൽ ഇവിടത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വേണ്ട. ജനം സംഘടിച്ചാൽ ഇവിടെ നിന്നും താമര ചിഹ്നത്തിൽ കാശ്മീരിൽ നിന്ന് ആളുകൾ ജയിച്ച് പാർലമെന്റിലേക്ക് പോയതുപോലെ താമര ചിഹ്നത്തിൽ ഇവിടെ നിന്നും വിജയമുണ്ടാകും. ആ നാൾ വഴികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ ഈ പ്രസ്ഥാനത്തെ കഷ്ടപ്പെട്ട് കഠിന
നിലമ്പൂർ കരുളായി റോഡിൽ വാഹനാപകടം. നല്ലംതണ്ണി വളവിലാണ് നിയന്ത്രണം വിട്ട ടാറ്റ സുമോ റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. നിലമ്പൂർ കരുളായി റോഡിൽ വാഹനാപകടം. നല്ലംതണ്ണി വളവിലാണ് നിയന്ത്രണം വിട്ട ടാറ്റ സുമോ റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. ഇന്നലെ രാത്രി 11:30 അപകടം. നിലമ്പൂരിൽ നിന്നും കരുളായി ഭാഗത്തേക്ക് പോകുകയായിരുന്നു വാഹനം. നല്ലംതണ്ണി വളവിൽ റോഡരികിലേക്ക് ഇറക്കിക്കെട്ടിയ കടയുടെ ഷെഡ് പൂർണ്ണമായും തകർന്നു. കടയിൽ ആളുകളില്ലാത്ത രാത്രി സമയത്താണ് അപകടം നടന്നത് എന്നതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത്. വാഹനം ഓടിച്ചിരുന്ന കരുളായി സ്വദേശിയെ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബിസിനസ് കൺവെൻഷൻ നടത്തി. മഞ്ചേരിയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ VM ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ സി അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിക് മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. കേരള വിഷൻ MD സുരേഷ് കുമാർ PP റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ M ജില്ലാ ബിസിനസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപറമ്പൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബൂബക്കർ സിദ്ദീഖ്, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് കുമാർ C, ഡയറക്ടർ ലോഹിതാക്ഷൻ, രഘുനാഥൻ P എന്നിവർ ആശംസകൾ നേർന്നു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി സാജിദ് K സ്വാഗതവും ഗോപിനാഥൻ M നന്ദിയും പറഞ്ഞു. ഒരു പ്രാപ്തിയാക്കുകയും ഈ ഡിജിറ്റലൈസേഷന്റെ ആ പ്രക്രിയ പൂർത്തീകരിച്ച് മത്സരസജ്ജമാകാനാക്കുകയും ചെയ്ത സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സംഘടന 4000 വരുന്ന ഓപ്പറേറ്റർമാർക്ക് വിവിധങ്ങളായ വെൽഫെയർ പരിപാടികൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അമരമ്പലം പഞ്ചായത്തിൽ കന്നുകൂട്ടി വായ്പാ പദ്ധതി വിതരണം നടത്തി. ചുള്ളിയോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമരമ്പലം അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വായ്പാ വിതരണം നടത്തിയത്. മുറേ ക്രോസിനത്തിൽപ്പെട്ട പോത്തുകുട്ടികളെയാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത്. 1 വർഷം കൊണ്ട് വളർത്തി വലുതാക്കി വിൽപ്പന നടത്തി പലിശ സഹിതം ബാങ്കിൽ അടവാക്കുന്നതാണ് രീതി. ലളിതമായ വായ്പാ വ്യവസ്ഥയും കുറഞ്ഞ പലിശ നിരക്കും കൂടാതെ 1 വർഷക്കാലത്തേക്ക് വായ്പാ തുകയും പലിശയും അടക്കം വരുന്ന തുക ഇൻഷുറൻസ് പരിരക്ഷാ ഭാഗമായി ഉറപ്പുവരുത്തുന്നു. വളർത്തുമൃഗങ്ങൾക്ക് വ്യക്തിഗതമായി ഇൻഷുറൻസ് ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഗ്രൂപ്പായി ചെയ്യുന്നതിൻ്റെ ഭാഗമായി മൂല്യത്തുകയ്ക്ക് പൂർണ്ണമായും ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. പദ്ധതിയുടെ വിതരണോദ്ഘാടനം സംഘം പ്രസിഡന്റ് VK അനന്തകൃഷ്ണൻ നിർവഹിച്ചു. ഭരണസമിതി അംഗം KT ചേക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK വിവേക് പദ്ധതി വിശദീകരിച്ചു. P ഉണ്ണികൃഷ്ണൻ, ബേസിൽ പോൾ, ധന്യ പ്രദീപ് എന്നിവർ സംസാരിച്ചു. പിന്നെ കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് കണ്ടവാനം പച്ചപ്പുല്ല് കൊടുക്കരുത്, പച്ചപ്പുല്ല് കണ്ടവാനം കൊടുക്കരുത്, കച്ചി കൊടുത്താൽ മതി. കച്ചിയോ പച്ചവെള്ളം കൊടുത്താൽ മതി 3-4 ദിവസത്തേക്ക്. അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒത്തു വന്നിട്ട് നിങ്ങൾ പതുക്കെ കൊടുക്കും. ഈ വീട്ടിൻ്റെ വേസ്റ്റുകളുണ്ട്, അതായത് ചോറ് അങ്ങനെ അത് കൊടുക്കാതിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തു, ഒന്ന് നിങ്ങളായിട്ടൊന്ന് ചോദിച്ചു വന്നിട്ട് കൊടുത്തു. ചെല്ലുന്ന വഴി എല്ലാം കൂടെ കൊടുക്കരുത്, ഒറ്റയടിക്ക്. ഇനി ഒരു ഇടവേളയാണ്. വാർത്തകളിലേക്ക് വേഗം തിരിച്ചു വരാം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobika Weddings. നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ്, സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം, അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ്. ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട. കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക 7592060888 7593060088. സഹാറ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ.
UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 10 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി 1TV അറിയിക്കും. നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു. ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ. ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ട് us at 9745465491 or our channel office. വാർത്തകൾ തുടരുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് N അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞിമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി KT ഫഹദ്, ട്രഷറർ CK മുജീബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് P മേനോൻ, ജില്ലാ സെക്രട്ടറി CB വയലിൽ, സെക്രട്ടറി T യൂസഫ്, വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബസംഗമത്തിന്റെ ഭാഗമായി ഉന്നത വിജയികളെ ആദരിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കും വിഷയത്തിൽ ഇടപെടാത്ത കേന്ദ്ര സർക്കാരിനുമെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, ലോക്കൽ സെക്രട്ടറി V ശ്രീധരൻ, ഏരിയ കമ്മിറ്റി അംഗം അരുൺ ദാസ്, T ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ദീപക്, KP ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്തെ തമ്മിലടിക്കുന്ന ഒരു സമീപനമാണ് BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ 50%-ലധികം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ സമ്മേളനം നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷെറോണ റോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നേ നമുക്കറിയാം സ്ത്രീകളൊന്നും ഇതേപോലെ വിചാരിച്ച പോലെ ഒന്നും ഇങ്ങനെ ഇറങ്ങിപ്പോരാനൊന്നും നമുക്കൊന്നും കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മഹിളാ അസോസിയേഷൻ്റെ ഈ ഒരു സമ്മേളനത്തിൽ നമ്മൾ സ്ത്രീകളൊക്കെ ഇരിക്കുന്നത്. മഹിളാ അസോസിയേഷൻ എത്രത്തോളം ഇതിനു വേണ്ടിയൊക്കെ പ്രയത്നിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ചിലപ്പം സങ്കല്പിക്കാൻ കൂടി കഴിയാത്തതിനപ്പുറമായിട്ട് പ്രയത്നിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ആത്മാഭിമാനത്തോടെ ഇരിക്കുന്നത്, നമ്മളൊക്കെ ഈ നാട്ടിലൂടെ നടക്കുന്നത് അല്ലേ. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു സ്ത്രീകൾക്ക് കിട്ടുന്നൊരു സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നൊക്കെ ഉണ്ടല്ലേ. മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമാ ജയകൃഷ്ണൻ, ഏരിയ സെക്രട്ടറി ദീപാനാഥ്, ഏരിയ വൈസ് പ്രസിഡന്റ് സുനന്ദ ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മുനിസിപ്പൽ സെക്രട്ടറിയായി PN രഞ്ജിനിയെയും പ്രസിഡന്റായി പുഷ്പവല്ലിയെയും ട്രഷററായി സുമംഗലയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. പൂക്കോട്ടുംപാടം ഗുഡ് വിൽ ഇംഗ്ലീഷ് സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി. 2 ദിവസങ്ങളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. കലോത്സവത്തിന്റെ 2ാം ദിവസം സംഘനൃത്തം, നാടോടി നൃത്തം, ഭരതനാട്യം, ഒപ്പന, ദഫ്മുട്ട്, മാപ്പിളപ്പാട്ട് എന്നീ മത്സര ഇനങ്ങളാണ് നടന്നത്. വിവിധ മത്സര ഇനങ്ങളിൽ നിത്യ നവനി, AK ഭുവനേശ്വരി, ആദ്യ സുധീഷ്, ആയിഷ അല, K ആയിഷ ഹംദ, ആത്മിക R നായർ, N ഹാനിയ, K പൂജ, ആദ്രിയ, തന്മയി ET, ഹെസ പുലത്ത്, അൻഷ K എന്നിവർ ജേതാക്കളായി. സമാപന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ M അബ്ദുൾ നാസർ, പ്രിൻസിപ്പൽ PK ബിന്ദു, വൈസ് പ്രിൻസിപ്പൽ ഷംല ഷമീർ, കോർഡിനേറ്റർ PR രാജശ്രീ, KR ആതിര, ഫൈൻ ആർട്സ് സെക്രട്ടറി K അൻഷ എന്നിവർ പങ്കെടുത്തു. 3 മുതൽ 10 വരെയുള്ള കുട്ടികളെ 3 വിഭാഗങ്ങളിലായി തിരിച്ചാണ് കലോത്സവം നടത്തിയത്. 1ാം സ്ഥാനം ലഭിച്ചവർക്ക് CBSE സഹോദയ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുവാനാകും. പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഗസാക്കി ദിനം ആചരിച്ചു. സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അധ്യാപകൻ A മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുദ്ധം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വിതയ്ക്കുന്ന ദുരന്തങ്ങൾ, ജപ്പാനിലെ അണുബോംബ് ആക്രമണത്തിൽപ്പെട്ടവരുടെ അനുഭവങ്ങൾ, സമാധാനത്തിന്റെ പ്രസക്തി എന്നിവയെക്കുറിച്ച് സാമൂഹികശാസ്ത്ര അധ്യാപകൻ വിനീഷ് ക്ലാസ് എടുത്തു. സമാധാന ചിന്തകൾ വളർത്തുകയും യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായിട്ടാണ് വിദ്യാലയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. NSS പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ റഫീഖ് അധ്യക്ഷനായി. NSS വോളണ്ടിയർമാരായ ജസ്റ്റിൻ ജയ്മൺ, പാർവതി സുരേഷ്, ഹാനിയ, അലൻ ബൈജു, കാശിനാഥ് എന്നിവർ വിഷയത്തെക്കുറിച്ചും അഭിപ്രായങ്ങളും ചിന്തകളും പങ്കുവച്ചു. NSS യൂണിറ്റ് ലീഡർമാരായ ഡെന്നീസ് നോബി, സർഗ VP എന്നിവർ നേതൃത്വം നൽകി. ആദ്യം തന്നെ തുടക്കത്തിൽ യുദ്ധമെന്ന വാക്കിനെ പറ്റിയും ദുഃഖമെന്ന വാക്കത്തിനെ പറ്റിയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും സാർ പറയുകയുണ്ടായി. പിന്നീട് യുദ്ധത്തിന്റെ നിയമങ്ങളെ പറ്റി ആദ്യകാലങ്ങളിൽ നമുക്ക് ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഇന്നൊരു ഡേ പറഞ്ഞപ്പോ എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിന് തന്നെ ആദ്യം എല്ലാവർക്കും ഒരു NSS പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സംപ്രേക്ഷണം ചെയ്യുന്നതിനു വേണ്ടി 1TV ദേശഭക്തിഗാനാലാപനം സംഘടിപ്പിക്കുന്നു. നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷനും ആര്യ കോളേജും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 13-ാം തീയതിയാണ് ഇതിന്റെ ചിത്രീകരണം നടക്കുന്നത്. ദേശഭക്തിഗാനങ്ങൾ ഭംഗിയായി ആലപിക്കുന്ന ടീമുകൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം.
UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ നിന്നുള്ള സ്കൂൾ ടീമുകൾക്കും ഈ പരിപാടിയിൽ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കാം. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9745465491. One TV invites applications from interested schools for the patriotic song program Vande Bharatam. One TVയും നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശഭക്തി ഗാനാലാപന പരിപാടി വന്ദേ ഭാരത്. One TV വന്ദേ ഭാരതം എന്ന ദേശഭക്തി ഗാന പരിപാടിയിലേക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തെ ചൊല്ലി കോൺഗ്രസ് CPM തർക്കം മുറുകുന്നു. വികസനത്തിന് സ്ഥലമേറ്റെടുക്കുവാൻ കോൺഗ്രസ് തടസ്സം നിന്നുവെന്ന് CPM. ആശുപത്രിയുടെ വികസനത്തിന് തുടക്കം കുറിച്ചത് ആര്യാടൻ മുഹമ്മദിന്റെ ഭരണകാലത്തെന്ന് കോൺഗ്രസ്. TN ഭരതേട്ടൻ അനുസ്മരണം നിലമ്പൂരിൽ നടത്തി BJP. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയന്റെ ഭരണത്തിലൂടെ കേരളത്തിൽ നടക്കുന്നത് CPMന്റെ ഉദകക്രിയയെന്ന് ശോഭ സുരേന്ദ്രൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ മഞ്ചേരിയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ VA ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ സമ്മേളനം നിലമ്പൂരിൽ നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷെറോണ റോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. One TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ്, സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം, അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ. സഹാറ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.